ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്താ സൂത്രം കാണിച്ചു തരാവേ. കണ്ടോ നമ്മുടെ ബീൻസ് കൊലകൊലയായിട്ട് കായ്ച്ച് കിടക്കുന്ന ഒരു കൊലയിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിക്കേ. കണ്ടോ, ഇതിനകത്തേക്ക് മൊത്തം ഇങ്ങനെ നോക്കി ഇഷ്ടം പോലെ നിറച്ചും കായ്ച്ച് കിടക്കുക. ഏറ്റവും രസം നോക്കിയാൽ ഒരു കൊലയിൽ എത്ര എണ്ണം വെച്ചെന്ന്. ഇങ്ങനെ കായ്ക്കാൻ നമ്മൾ ഒരു വളവും ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മുടെ ഹോം മെയ്ഡ് കഞ്ഞിവെള്ളത്തിനകത്ത് സബോള തൊലിയൊക്കെ ഇട്ട് ആ ഒരു സ്ലറി അല്ലെങ്കിൽ ജൈവ സ്ലറി, നമ്മളെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ജൈവ സ്ലറി നോക്കി തുഞ്ചത്തൊരു ഇലയില്ലാണ്ട് പൂ കിടക്കുന്നുണ്ടോ. ഇതുപോലെ രസമുള്ള കാഴ്ചയാണ്. നമ്മുടെ ക്യാബേജുകൾ ഒക്കെ എടുക്കാറായി വരുന്നു. പിന്നെ നമുക്ക് കുറച്ച് പാവൽ ലേറ്റായിപ്പോയി, കാര്യം ആദ്യത്തെ പാവലൊന്നും ശരിയായില്ല. പിന്നെ ഇപ്പം നമ്മുടെ സീസൺ തീർന്നുകൊണ്ട് ഇതിലൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും. ചെറുതായിട്ട് പൂക്കാൻ തുടങ്ങി, പക്ഷെ അതൊന്നും ഇനി പ്രതീക്ഷയില്ല. ഇല കാണാം, കണ്ടോ ക്യാബേജുകളുണ്ട്. പിന്നെ വേറൊരു സംഭവമാണ് ടാങ് എത്ര വലിയ നമ്മൾ വഴുതനങ്ങ, ഇവിടെ ഇതിന് എഗ് പ്ലാന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് നോക്കിക്കേ, ഇത് നല്ല വലിപ്പത്തിലുള്ള, ഇവിടെ നമ്മൾ ഷോപ്പിൽ കിട്ടുന്നത് ഇതുപോലെ നല്ല വലിപ്പത്തിലുള്ളതാണ്. അപ്പം അതാണ് നമ്മുടെ ടൊമാറ്റോ ഇഷ്ടം പോലെ പഴുക്കാൻ തുടങ്ങിയതും പഴുത്തതും പച്ചയാണ് നമ്മൾ കൂടുതലും അവിയലിന് വേണ്ടി എടുക്കുന്നത്. പിന്നെ വേറൊരു സംഭവം നമ്മുടെ ലൗക്കി, അത് ബാക്കിയെല്ലാം സമ്മർ അങ്ങോട്ട് തീരുന്ന ദിവസമായിരുന്നു. മാർച്ച് 1, 2 ഭയങ്കര മഴയും ഹെയിലും ഒക്കെ പെയ്തതുകൊണ്ട് അതെല്ലാം പോയി. പിന്നെ ഈ തക്കാളി നമുക്കിങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട്. ഇതിലെല്ലാം ഇങ്ങനെ ചട്ടിക്കകത്തൊക്കെ ആയതുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വലിയ കായ്ഫലമൊന്നുമില്ല, എന്നാലും നമുക്കെന്നും ഇഷ്ടം പോലെ നമ്മുടെ ആവശ്യത്തിലധികം കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഹാർവസ്റ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. മിക്കവാറും നാളെയോ വല്ലതും നമ്മളിതെല്ലാം എടുക്കും, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. പിന്നെ ചെറുതായിട്ട് നമ്മൾ വിൻ്റർ പ്രിപ്പറേഷൻ തുടങ്ങി. മണ്ണിൽ നിന്ന് എടുക്കുന്നതനുസരിച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ബക്കറ്റുകൾ ഇഷ്ടംപോലെ നിറച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കിച്ചൺ വേസ്റ്റുകൾ, ഫുഡ് വേസ്റ്റ് ഞാൻ ഇടാറില്ല, ബാക്കി ഉള്ളിത്തൊലിയും അങ്ങനെ എല്ലാം കൂടെ എടുത്തുകൊണ്ട് ചാക്കുകൾ ഇങ്ങനെ നിറച്ച് ഈ സവോള തക്കാളി എല്ലാം പറിക്കുന്നതനുസരിച്ച് ഇതിനെ സെറ്റാക്കണം. ഇതെല്ലാം പറിച്ച് മാറ്റണം. സവോളയൊക്കെ കണ്ടോ പൂത്ത് നിൽക്കുന്നത്, എടുക്കാറായി കണ്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.